നമസ്കാരം. സാമൂഹ്യമാധ്യമങ്ങളിൽ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. ഇതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്നും ആത്മഹത്യയുടെ വക്കിലാണ് താനെന്നും സാമൂഹ്യമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ രേണു പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു രേണു സുധി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് രേണു സുധി എന്ന വിഷയം മാത്രമേ ഉള്ളൂ എന്നും രേണു സുധി ചോദിച്ചു. എല്ലാ മാസവും പണം കിട്ടുന്നത് കൊണ്ടാകും ഇങ്ങനെ കണ്ടന്റുകൾ ഇടുന്നത്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ കഴിയുന്നില്ല. താനേതോ വലിയ അപരാധം ചെയ്തെന്ന മട്ടിലാണ് കമൻറ്റുകൾ മുഴുവൻ. അവൾ മുതലക്കണ്ണീരുമായി എത്തി, കള്ളക്കരച്ചിലുമായി ഇറങ്ങി എന്നെല്ലാമാണ് പറയുന്നതെന്നും രേണു സുധി പറഞ്ഞു. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്ത് കളയാം. കാരണം കേൾക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ കേട്ടു. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ എന്നെ പിന്നിലേക്ക് വലിക്കുകയാണ്. പക്ഷേ ഈ സമ്മർദ്ദം താങ്ങാനാവാതെ ചിലപ്പോൾ ഞാനങ്ങനെ ചെയ്തെന്നു വരും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും രേണു സുധി പറഞ്ഞു. നേരത്തെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി താൻ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. താൻ അനുഭവിച്ച അവഗണനയും ഒറ്റപ്പെടലുമാണ് കിച്ചു തുറന്നു പറഞ്ഞത്. പിതാവിൻ്റെ മരണശേഷം രേണു സുധി തന്നോട് സംസാരിക്കാറില്ല. കൊല്ലം സുധി മരിച്ച ദിവസം നടന്ന കാര്യങ്ങളും കിച്ചു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണമുണ്ടായിരിക്കുന്നത്. ബാല്യം മുതൽ തനിക്ക് കടന്നു പോകേണ്ടി വന്ന പ്രയാസകരമായ ചുറ്റുപാടുകളെക്കുറിച്ചാണ് കിച്ചു സുധി പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അച്ഛൻ മാത്രമാണ് തന്നോട് സംസാരിച്ചതെന്നും പറയുന്ന കിച്ചു അച്ഛൻ്റെ മരണശേഷം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും പറയുന്നുമുണ്ട്. ഈ വീഡിയോ വന്നതിന് ശേഷം തന്നെ നെഗറ്റീവായി അവതരിപ്പിക്കുന്ന വീഡിയോകൾ സ്ഥിരമായി പുറത്തു വരുന്നതിൻ്റെ സങ്കടം പങ്കുവെച്ചുകൊണ്ട് രേണു സുധി ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിൽ കിച്ചുവിൻ്റെ പ്രതികരണത്തെക്കുറിച്ചൊന്നും രേണു സുധി പറഞ്ഞതേയില്ല. ഇപ്പോഴിതാ അതേക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് രേണു സുധി. ഇതുവരെ പറയാത്ത കാര്യങ്ങൾ തനിക്കുമുണ്ടെന്നും അത് പറയിപ്പിക്കരുതെന്നും രേണു സുധി പറയുന്നു. രേണു സുധിയുടെ വാക്കുകൾ ഇങ്ങനെ: ഒരുപാട് പേർ എന്നെ വിളിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്. ഞാൻ ഓക്കെയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടത്. നിരവധി പേരെ തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. നിങ്ങളിൽ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. എനിക്ക് പേഴ്സണലി ആരോടോ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാൻ എല്ലാമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെയൊന്നും തീരില്ല. അറിയുന്നവർക്കറിയാം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ ഉള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷേ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനാണ് നേരം. എനിക്കന്ന് 24 വയസ്സേ ഉള്ളൂ. 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടും പൂർണ്ണമായും മാറിയിട്ടാണ് ഞാൻ അവനെ സ്വീകരിച്ചത്. ഇന്നേ വരെ ഒരു നിമിഷം പോലും ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട് അവനെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ. ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. FBയിലെ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. മിനിഞ്ഞാന്ന് വരെയും പതിവ് പോലെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ അവന് മേടിച്ചൊക്കെ കൊടുക്കുകയും ചെയ്ത ഒരു അമ്മയാണ് ഞാൻ. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഞാൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങൊന്നും തീരില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുതെന്നും രേണു സുധി അവസാനമായി അഭ്യർത്ഥിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.